24 വർഷം മുമ്പ് നടന്നൊരു കാര്യമാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും ചിലപ്പോൾ സാറിനോടത് പറയാൻ കഴിഞ്ഞൊന്നും വരില്ല. ഈ ഭൂമിയിൽ നിന്നും ആ രഹസ്യം സാറിനോട് പറയാതെ പോകേണ്ടി വന്ന എന്റെ ആത്മാവിന് പോലും സ്വസ്ഥത ഉണ്ടാവില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ല ഡോക്ടർ. 24 വർഷം മുമ്പുള്ള കാര്യം? അതെ, ഈ ലോകത്ത് നിന്ന് പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ. എന്റെ വാക്കുകൾ സാറ് വിശ്വസിക്കണം. ഡോക്ടർക്ക് എനിക്ക് ക്യാൻസറാണ്. സോറി, പറഞ്ഞോളൂ. ഒരു കള്ളം പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല. ഇത്രയൊക്കെ മുഖവരെ എന്തിനാ ഡോക്ടർ? ഡോക്ടറെ ഞാനാ വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. 24 വർഷം മുമ്പ് ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിലാണ് സാറിന്റെ ഭാര്യ ദുർഗയും സാറിന്റെ സഹോദരി പ്രിയയും ഡെലിവറിക്കായിട്ട് വന്നത്. അതെ, അവിടെ വെച്ച് അവർക്ക് കുഞ്ഞുങ്ങളും ജനിച്ചു. ആദിയും തുളസിയും. ആ കുഞ്ഞുങ്ങള് അന്ന് ദുർഗയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു. പ്രിയയ്ക്ക് ആൺകുഞ്ഞും. ഡോക്ടർ എന്തായി പറയുന്നത്? ഞങ്ങൾക്കാണ് ആൺകുഞ്ഞ് ജനിച്ചത് ആദി. പ്രിയയ്ക്കും ജയനുമാണ് തുളസി മോൾ ഉണ്ടായത്. ഡോക്ടർക്ക് എന്താ കൺഫ്യൂഷനായോ? സത്യമാണ്, എന്നെ വിശ്വസിക്കണം. അന്ന് പ്രിയ കുഞ്ഞിനെ മാറ്റാൻ ശ്രമിച്ചുവെന്ന് ദുർഗ സംശയിച്ചത് സത്യമായിരുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ മാറ്റിയതിനു ശേഷമാണ് ഇക്കാര്യം ദുർഗ ശ്രദ്ധിക്കുന്നത്. പ്രിയ എന്തിനു ചെയ്തു? ഞാൻ അന്ന് തന്നെ ഇക്കാര്യം പ്രിയയോട് ചോദിച്ചതാ. ലോകത്താരും ചെയ്യാത്ത ഈ പ്രവൃത്തി എന്തിനു ചെയ്തു എന്ന് ഞാൻ ചോദിച്ചപ്പോ പ്രിയ പറഞ്ഞ ഉത്തരം എന്താ നിങ്ങളീ കാണിക്കുന്നത്? ദുർഗയെ പറഞ്ഞു തിരുത്തേണ്ട പ്രസാദിനെ കൂടി പ്രിയ എന്തിനാ ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്? ആൺകുഞ്ഞല്ല ജനിച്ചതെന്ന് അറിഞ്ഞാൽ എന്റെ ഏട്ടനും തകർന്നു പോകും ഡോക്ടർ. ഏട്ടന് പെൺകുഞ്ഞുങ്ങളെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ദുർഗേച്ചിക്ക് എന്ത് സംഭവിക്കുന്നു ഓർത്തിട്ട്. പക്ഷെ പ്രിയ, പ്രസാദ് ഇവിടെ വന്ന സത്യം അറിഞ്ഞല്ലേ പറ്റൂ. അറിയരുത്. തൽക്കാലം ഏട്ടനും ദുർഗേച്ചി അവർക്ക് ജനിച്ചത് ആൺകുഞ്ഞാണെന്ന് കരുതിക്കൊണ്ട് അവരുടെ പെൺകുഞ്ഞിനെ ഇങ്ങോട്ടെടുത്ത് നമുക്ക് നമ്മുടെ ആൺകുഞ്ഞിനെ അവിടെ കിടത്താം. ഇത്രയും നാളും ഇതാരെയും പുറത്തറിയിക്കാതെ പ്രിയയും ജയനും ജീവിച്ചു. ജയനതറിയായിരുന്നു? അറിയാം. അവരൊരുമിച്ചാണ് ഈ തീരുമാനമെടുത്തത്.
പ്രസാദ് സാറിനോടുള്ള ജയന്റെ സ്നേഹമാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം. ഡോക്ടർ, എന്നിട്ട് ഞാനിതൊന്നും എന്നോട് ആരും ഒന്നും ഞാനിത് പ്രിയ പ്രിയ എന്നോട് ഇത് സൂചിപ്പിക്കുക പോലും. സാറിന്റെ വൈഫിന് തുളസിയോട് ഇഷ്ടമല്ലെന്ന് വന്നതോടെ പ്രിയയുടെയും ജയന്റെയും പ്ലാനുകളെല്ലാം തെറ്റി. അവരാകെ ടെൻഷനിലായി. തുളസിയും ആദിത്യനും തമ്മിലുള്ള വിവാഹം നടന്നാലെങ്കിലും ആദിത്യനെ മകനായി കിട്ടുമല്ലോ എന്ന് അവരാഗ്രഹിച്ചു. അതുകൊണ്ട് ആദിത്യനും തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കണമെന്ന് ജയനും പ്രിയയും നിർബന്ധം പിടിച്ചത്. ഡോക്ടർ, പല പ്രാവശ്യം ഞാൻ ഇക്കാര്യം സാറിനെയും സാറിന്റെ വൈഫിനെയും അറിയിക്കാമെന്ന് പറഞ്ഞത്. എന്താവും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് ഭയന്നിട്ടാ പ്രിയ സമ്മതിക്കാത്തത്. എന്റെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ച് മോശമാണ്. അതുകൊണ്ട് ഞാൻ ഈ രഹസ്യം സാറിനോട് പറയാൻ തീരുമാനിച്ചത്. ചിലപ്പോ ഈ രഹസ്യം എനിക്കിനി പറയാൻ അവസരം കിട്ടിയില്ലെങ്കിലോ. സാറിന് ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്രിയയോടും ജയനോടും സംസാരിക്കാം. അതല്ല, ഞാനും ജയനും പ്രിയയും ചേർന്നുണ്ടാക്കിയ കള്ളക്കഥയാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ DNA ടെസ്റ്റ് പോലുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ സത്യം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല, എനിക്ക് എന്റെ സഹോദരി വിശ്വാസം. അവളെന്റെ നന്മയല്ലാതെ എനിക്കോ ദുർഗയ്ക്കോ ഒരു ഒരു മോശം കാര്യം സംഭവിക്കണമെന്നും ഒരിക്കലും ഒരിക്കലും ആഗ്രഹിക്കില്ല. സാറിനോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ഈ രഹസ്യം. ഇനിയിപ്പോ എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു വിഷമവുമില്ല.
അച്ഛാ, ഞങ്ങൾ അച്ഛനെ കാത്തു നിൽക്കായിരുന്നു. അമ്മ ഈ കനലിൽ ചവിട്ടി നടക്കാൻ പോവാ. അച്ഛാ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ അനുസരിക്കുന്നില്ല. അമ്മയോട് ഈ വഴിപാട് ചെയ്യരുതെന്നും അച്ഛൻ പറയണം. എന്നാലേ അമ്മ അനുസരിക്കൂ. അച്ഛാ, ഒട്ടും സമയം കളയാനില്ല. വേഗം വേണം. അമ്മ എന്തിനു വേണ്ടിയായി വഴിപാട് ചെയ്യുന്നതെന്ന് അച്ഛൻ അറിയോ? ഇവളുടെ നാശത്തിന് വേണ്ടിട്ടാ. അമ്മയുടെ മകളായിട്ടല്ലേ അമ്മ ഇവളെ കാണേണ്ടത്. അച്ഛാ, തുളസിക്ക് ഒരു ആപത്ത് സംഭവിക്കരുത്. അമ്മയ്ക്കും ആപത്ത് സംഭവിക്കരുത്. അതിനുവേണ്ടി ഈ കനലേട്ട വഴിപാട് അച്ഛൻ തടയണം. ചേട്ടാ, ദുർഗേച്ചി കൂടി വഴിപാട് നടത്തിക്കരുത് ഏട്ടാ. നടത്തിക്കരുത്. നമ്മുടെ തുളസി മോൾക്ക് എതിരായി വഴിപാട്. ദുർഗ വേണ്ട, ദുർഗ പറയുന്നേക്ക്, ദുർഗ പറയുന്നേക്ക്, ദുർഗ പ്ലീസ് ചെയ്യരുത്. ഇതെന്റെ വഴിപാടാണ്. ദുർഗ, ഞാൻ പറയുന്നത് നീ അനുസരിക്കേ. ഈ വഴിപാട് നീ നടത്തേണ്ട ആവശ്യമില്ല. നീ കരുതുന്ന പോലെ അല്ല കാര്യങ്ങൾ. വേണ്ടെന്ന് പറഞ്ഞില്ലേ ആദി? ഒന്ന് മാറി നിൽക്കോട്ട്. പറയുന്നത് കേൾക്ക് ദുർഗ. അമ്മ വേണ്ട. ദുർഗ വേണ്ട, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ദുർഗ, നീ എന്തായി കാണിക്കുന്നത്? ദൈവങ്ങൾക്ക് പ്രാർത്ഥന മതി. സ്വന്തം ജീവൻ വെച്ച് നടത്തുന്ന ഒരു ബലിയും ഒരു ദൈവം സ്വീകരിക്കില്ല. വേണ്ടമ്മേ. അന്ധവിശ്വാസം കൊണ്ടല്ല ഈശ്വര പൂജ ചെയ്യേണ്ടത്. ദുർഗ, ശുദ്ധമായ മനസ്സ്, കളങ്കമില്ലാത്ത പ്രവൃത്തി, ഉള്ളറിഞ്ഞുള്ള ഭക്തി, സത്യമുള്ള ജീവിതം, ഇതൊക്കെയാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥന. ഞാൻ പറയുന്നത് കേൾക്കണോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്നോട് നടക്കാനാ പറഞ്ഞ. അത് പിടിച്ച പറയുന്ന കേക്ക്. എന്താ കാണിച്ചത്? എന്തിനാ അങ്ങോട്ട് വന്നത്? പറ. ദുർഗയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞായിരുന്നു, പ്രിയയ്ക്ക് ആൺകുഞ്ഞും. എന്താ മിണ്ടാത്തത്?
എന്താ മിണ്ടാത്തത്? പറ, എന്നെ തടഞ്ഞത് എന്തിനാ? പറയാൻ. ആ കനലാട്ടം അപകടമാ, അത് നടത്താൻ പാടില്ല. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? എന്റെ വഴിപാടായിരുന്നു അത്. ദേവിക്ക് ഞാൻ നേർന്ന വഴിപാട്. അത് മുടക്കിയല്ലേ? മഹാപാപോ നിങ്ങൾ ചെയ്തത്. ദേവി ഒരിക്കലും പൊറുക്കില്ല. ആർക്ക് വേണ്ടി അത് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. എന്റെ പ്രാർത്ഥന ഫലിക്കരുത്, അതായിരുന്നില്ലേ ലക്ഷ്യം? അവള്, ആ വൃത്തികെട്ട തുളസി, അവൾക്ക് വേണ്ടി അപ്രസാദേട്ടൻ എന്റെ വഴിപാട് മുടക്കിയത്. എന്താ താൻ പറഞ്ഞത്? വൃത്തികെട്ടവളെന്നോ? ആരെക്കുറിച്ച് പറഞ്ഞാൽ തനിക്കറിയാമോ? തുളസിയെ കുറിച്ച് ഒരു മോശം വാക്കിന് ഈ വീട്ടിൽ പറഞ്ഞു പോയാ തുളസി, നീ എന്നെ വീണ്ടും തോൽപ്പിച്ചു. ഇതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ കനകദുർഗയല്ല.